Hello everyone, welcome back Joe and Roy official YouTube channel. ഇന്ന് ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത് തമിഴ്നാട്ടിലെ കമ്പത്തേക്കാണ്. ഞങ്ങൾ മുന്തിരിത്തോട്ടം വിസിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളുടെ വാഗമൺ യാത്രയിലെ തേർഡ് ഡേ ആണിത്. തേർഡ് ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്തത് തൂക്കുപാലത്താണ്. അപ്പോൾ അവിടെ നിന്നുമാണ് ഞങ്ങളിപ്പോൾ കമ്പത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട്. കേരള ബോർഡർ എല്ലാം പാസ് ചെയ്തിട്ട് ഇപ്പോൾ തമിഴ്നാട് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി തൂക്കുപാലത്ത് നിന്നും 27 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും കാടാണ്. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനറി ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ട് തന്നെ എത്ര യാത്ര ചെയ്താലും നമുക്ക് ബോറിംഗ് ഒന്നും ആകില്ല. ബിക്കോസ് അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഗ്രീനറി. നമ്മൾ ഓരോ യാത്ര ചെയ്യും തോറും പുതിയ പുതിയ അനുഭവങ്ങൾ പ്രകൃതി നമ്മെ കാണിച്ചു തരും. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രേപ്പ് ഗാർഡൻ നേരിട്ട് കാണാനായിട്ട് പോകുന്നേ. സോ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ആഫ്റ്റർ 50 മിനിറ്റ്സ് ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഇതാ ഗ്രേപ്പ് ഗാർഡനിലേക്ക് എത്തിയിരിക്കുവാണ്. കമ്പത്തെ ജെനിസ് ഗ്രേപ്സ് ഗാർഡൻ ആണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. ജെനിസ് ഗ്രേപ്സ് ഗാർഡൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. റോഡിൽ നിന്നും ഒരു 100 മീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട് ഗാർഡനിലേക്ക് എത്താനായിട്ട്. ഇവിടെ നിന്നുമാണ് ഗ്രേപ്പ് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയുടെ രണ്ട് സൈഡിലും ഗ്രേപ്സ് കൾട്ടിവേറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഗ്രേപ്പ് ഗാർഡനുള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇൻസ്ട്രക്ഷൻ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അങ്ങനെ ഇതാ വിശാലമായൊരു മുന്തിരിത്തോട്ടത്തിന് നടുവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ മനോഹരമായ മുന്തിരിത്തോട്ടത്തിന് നടുവിലൂടെ ഇങ്ങനെ നടക്കാം, വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, റീൽസ് എടുക്കാം. പക്ഷേ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മുന്തിരി പറിക്കാനായിട്ട് പാടില്ല, എങ്കിൽ അവിടെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. സോ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കഴിയും. ഒറിജിനൽ ഗ്രേപ്പ് ജ്യൂസും വൈനും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതിനായിട്ട് പ്രത്യേകം കൗണ്ടർ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പോർഷനായിട്ടാണ് ഇവിടെ മുന്തിരി കൃഷി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സീസണിൽ വന്നാലും ഇവിടെ മുന്തിരി ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു വർഷത്തിൽ 365 ദിവസവും ഇവിടെ മുന്തിരി കാണാനായിട്ട് കഴിയും. കേരളത്തിൽ നിന്നും ഒരുവിധം എല്ലാ ആളുകളും മുന്തിരിത്തോട്ടം കാണുവാനായിട്ട് പോകുന്നത് കമ്പത്തേക്കാണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം മോർണിംഗ് 8 to ഈവനിങ് 6:30 വരെയാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഗ്രേപ്പ് ഗാർഡൻ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കേരളത്തിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഈ കമ്പത്തെ ഗ്രേപ്പ് ഗാർഡൻ. അങ്ങനെ കുറേ അധികം സമയം ഞങ്ങൾ ഗ്രേപ്പ് ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിതാ തിരിച്ചു പോകുവാണ്. ഇടുക്കിയിലൊക്കെ ട്രിപ്പ് വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഗ്രേപ്പ് ഗാർഡൻ. ഇതുവരെ വിസിറ്റ് ചെയ്യാൻ കഴിയാത്തവർ ഇവിടെ വരിക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thanks for watching. Bye bye.